ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ചുരിദാറിൻ്റെ പാൻറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ചുരിദാറിൻ്റെ ബിറ്റിൽ വരുന്നുണ്ടല്ലോ, ആ പാൻറ്റിനെ നമ്മളെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കുക. ഒരു സൈഡ് ഇതുപോലെ നാലാക്കിയിട്ട് മടക്കുക. എന്നിട്ട് നമ്മൾ ലെങ്ത്ത് എത്രയാണ് വേണമെന്ന് നോക്കുക. അടിയിൽ 2 ഇഞ്ച് നമ്മൾ മടക്കാനായിട്ട് വിട്ടാക്കണം കേട്ടോ. ഇതുപോലെ അടിയിൽ 2 ഇഞ്ച് മടക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഇടയിലൊരു മേൽഭാഗത്തൊരു പീസ് വരുമല്ലോ, ആ പീസിൻ്റെ നേർക്കൊന്ന് മാർക്ക് കൊടുക്കുക. എന്നിട്ട് കാലിൻ്റെ അവിടെ എത്രയാണ് വരുന്നത് വെച്ചാൽ അതൊന്ന് മാർക്ക് കൊടുക്കുക. കാലിൻ്റെ അടിവശം എത്രയാണ് വേണ്ടത് വെച്ചാൽ അതും ഒന്ന് മാർക്ക് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ചിങ് അലവൻസ് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൊടുക്കുക. എന്നിട്ട് ആ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തിലേക്ക് എത്ര ലൂസ് അളവ് വേണം വെച്ചാൽ അതിനനുസരിച്ച് ലൂസ് കൊടുക്കുക കേട്ടോ. ഇതൊരു സെമി പട്ടിയാല ടൈപ്പിലാണ്. സാധാരണ നോർമലാവുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മേൽഭാഗത്തുള്ള ഒരു ബിറ്റ് വരുമല്ലോ, നമ്മൾ ഹിപ്പിൻ്റെ ആ ഭാഗത്ത്, അത് തനിയെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് കാലിൻ്റെ ആ ഭാഗം മാത്രം വരുന്ന പീസാണ്. മാറ്റി വയ്ക്കാം. നമുക്ക് മേൽഭാഗത്ത് വരുന്ന പീസിന് എത്ര വേണമെന്ന് നോക്കുക, അത് മാർക്ക് കൊടുക്കാം. അളവ് പാൻറ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുക, അല്ലെങ്കിൽ ഒരു 9 ഇഞ്ചോ 10 ഇഞ്ചോ ലെങ്ത്ത് എടുക്കുക. അതുപോലെ മേൽവശത്ത് നമുക്ക് റിബൺ വയ്ക്കാനായിട്ട് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് മടക്കി കൊടുക്കാനായിട്ട് മൊത്തമായിട്ടുള്ള തുണി കൂടെ എടുക്കണം കേട്ടോ. പീസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പിരിഞ്ഞ് വരാതെ നന്നായിട്ട് കിട്ടും. ഒരു സ്റ്റിച്ച് അടിച്ചതിന് ശേഷം വീണ്ടും ഉള്ളിലേക്ക് 2 സൈഡും മടക്കി കൊടുക്കാം. നമ്മൾ എന്നിട്ട് ഇടുപ്പിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. റിബൺ വയ്ക്കാനായിട്ട് മടക്കി കൊടുത്ത് അടിച്ചതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്യാം. പാൻറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഹിപ്പിനേക്കോളം ഒരു 7-8 ഇഞ്ച് ലൂസായിട്ട് തുണി എടുക്കുക. ആദ്യം ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ച് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമ്മൾ എത്ര വിടണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ റൗണ്ടായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മളതിലേക്ക് നമ്മുടെ കാലിൻ്റെ ബിറ്റ് വെട്ടിയിട്ടുണ്ടല്ലോ, അത് 2 സൈഡ് വശങ്ങളിലാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. സെൻറ്റർ കിട്ടാനായിട്ട് നമ്മൾ സൈഡൊന്ന് ചെറിയ ഒരു ഡോട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കാലിൻ്റെ അടിവശത്തേക്ക് ചെറിയൊരു ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് സ്റ്റിഫായിട്ട് കിട്ടാൻ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോട്ടൺ തുണി എന്തെങ്കിലും ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ആദ്യം ഇതുപോലെ 1/4 ഇഞ്ച് മടക്കി കൊടുക്കുക. എന്നിട്ട് ഉള്ളിലോട്ട് ഒന്നുകൂടെ മടക്കി അടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ വശത്ത് 1-2 സ്റ്റിച്ച് കൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടും.
രണ്ട് കാലും അതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകൾ വശത്തു കൂടെ ഒരു സ്റ്റിച്ച് കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് കാല് ഓരോ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലീറ്റ്സ് വരുന്ന ഭാഗം ഫ്രണ്ടിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സൈഡിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ കാലിൻ്റെ സൈഡിലേക്കായിട്ടാണ് ബാക്കി പ്ലീറ്റ്സൊക്കെ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കേട്ടോ. അങ്ങോട്ടും വെച്ച് കൊടുക്കുക, ഇങ്ങോട്ടും വെച്ച് കൊടുക്കുക. ആദ്യം കാലിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ, രണ്ട് സൈഡിലേക്ക്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് രണ്ട് സൈഡിലേക്ക് പ്ലേറ്റ്സ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. ഒരു സൈഡ് അഞ്ചെണ്ണം ആണെങ്കിൽ മറ്റേ സൈഡ് അതുപോലെ 5 എണ്ണമായിട്ട്. അപ്പോൾ നമുക്ക് 10 പ്ലേറ്റ്സ് ഒരു സൈഡ് കിട്ടും. അതേപോലെ മറ്റേ കാലിലും കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റർ ജോയിൻ ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് കൈ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് സൈഡിൽ ഫുള്ളായിട്ട് ബാക്കി തുണി മൊത്തം നമ്മൾ പ്ലേറ്റ്സ് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് വെച്ച് കൊടുത്തിട്ട് മറ്റേ സൈഡ് ഞാൻ വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെയാണ് സൈഡിലേക്ക് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡ് രണ്ട് കാലും ഫിറ്റ് ചെയ്യാം. ഇതിങ്ങനെ വരുമ്പോഴും മറ്റേ കാല് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള സൈഡൊക്കെ സെൻറ്റർ ഉണ്ടല്ലോ കാലിൻ്റെ ആ ഭാഗത്തൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അടിക്കുമ്പോൾ തന്നെ അങ്ങനെ ചെറിയ ചെറിയ പിശുറ് നൂല് വരാതെ ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കുക ശ്രമിക്കുക. പാൻറ്റൊക്കെ നമ്മൾ ഇരുന്ന് അണിയിക്കേണ്ടതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 സ്റ്റിച്ചൊക്കെ അടിച്ചു കൊടുക്കണം കേട്ടോ, കാലിൻ്റെ അടിവശം വരുന്ന ഭാഗങ്ങൾ. എന്നിട്ട് സൈഡ് കാലിൻ്റെ എത്ര നമ്മൾ ലൂസ് വേണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് 1.5 ഇഞ്ചോ 1 ഇഞ്ചോ എത്ര വെച്ചാൽ ആ ഗ്യാപ്പ് വിട്ട് കൊടുക്കണ്ടല്ലോ, ആ സ്റ്റിച്ചിങ് അലവൻസ് വിട്ടതിന് ശേഷം നമ്മൾ സ്ട്രൈറ്റായിട്ട് അടിക്കുക. എന്നിട്ട് റിബൺ വെച്ച് കൊടുക്കാവുന്ന കേട്ടോ. പാൻറ്റ് 2 സ്റ്റിച്ച് അടിച്ചിരിക്കണം. ഇത്രയേ ഉള്ളൂ, പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാം.
ടക്കിട്ട് കൊടുക്കുക, പിരിഞ്ഞു വരാതിരിക്കാൻ കേട്ടോ.